ഇവിടെ മുല്ലപ്പെരിയാർ പടം വലിയ പ്രശ്നമായിരിക്കാം. ആ പ്രോബ്ലം തമിഴ്നാട് ഗവൺമെന്റ് വിചാരിച്ച സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ളൂ. അത് സോൾവ് ചെയ്യാതെ ഇവിടെ ഇത് ഒരു വയനാട് ഉൾപ്പെട്ട് വന്നപ്പോ 5 കോടി കൊടുത്തത് വലിയ കാര്യമൊന്നുമില്ല. സ്റ്റാലിൻ കാണിച്ചത് അതുപോലെ ഇപ്പൊ ഈ അവർക്ക് ശരിയാക്കാവുന്ന പ്രോബ്ലം അവർ ശരിയാക്കേണ്ടതാണ് ആദ്യം. ഇനി ഭാവിയിലേക്ക് വരാൻ പറ്റുന്ന ഇതിലും വലിയൊരു ദുരന്തത്തിന് പലപ്പോഴും നമ്മുടെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. അത് ചെയ്യാതെ ഇപ്പൊ ഇത് ചെയ്യുന്നത് ഒരു രക്ഷാപ്പ് പോലെ തോന്നുന്നുണ്ട്. അതായത് സ്റ്റാലിൻ ഇപ്പൊ ഒരു മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം പണ്ടുപോലെ നമ്മൾ റേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അത് അവർ വിചാരിച്ച ശരിയാക്കാൻ വേണ്ടിയായിരുന്നു. സ്റ്റാലിൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 10 അടി കൂടെ താഴ്ത്തി. സ്റ്റാലിൻ ബേസിക്ക് നല്ലൊരു നേതാവാണ്, കഴിവുള്ള ധൈര്യമുള്ള നേതാവാണ്. പക്ഷെ ഇതിൽ ചെയ്തത് ശരിയായില്ല. വെള്ളത്തിന്റെ അളവെങ്കിലും കുറയ്ക്കേണ്ടതായിരുന്നു അല്ലേ? ഇപ്പൊ അവിടെ മുല്ലപ്പെരിയാറിലെ വെള്ളത്തിന്റെ അളവെങ്കിലും കുറയ്ക്കണമായിരുന്നു. ചെയ്യേണ്ട കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. അവർക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യാതെ അവർക്ക് ഇപ്പൊ കൃഷിയോട് തോന്നി. തോന്നിയില്ല. നമ്മുടെ ഇപ്പൊ ഒത്തിരി വിക്രം ഇവിടുന്ന് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് 20 ലക്ഷം. അത് നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ ഒരു പരിധിക്കപ്പെട്ട് ആരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? നല്ല റെമുനറേഷൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആരും ഒരു പരിധിക്കപ്പെട്ടു എപ്പോഴും തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. തമിഴിലെ സൂപ്പർ സ്റ്റാറുകളും ഒരിക്കൽ പ്രഭാഷണം എന്തോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തോ കാര്യമുള്ള അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ ഈ പൈസ കാര്യം കുറച്ച് മാറിയിട്ടുണ്ട്. പൈസ കിട്ടുന്നില്ല ഇനി അവർക്ക്. നല്ല പൈസയുണ്ട് എല്ലാവർക്കും, ആരും ഇറക്കുന്നില്ല. തമിഴും വിജയ് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്, വിക്രം അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് രൂപ ഇറക്കണം. അവര് റെമുനറേഷൻ വാങ്ങിക്കുന്നതുകൊണ്ട് ഹെൽപ്പും ചെയ്യുന്നു. ഇവിടെ റെമുനറേഷൻ വാങ്ങിക്കലേ ഉള്ളൂ. പിന്നെ എല്ലാം വാക്കുകളിൽ ഒതുക്കും. പ്രാർത്ഥിക്കുന്നു, വിഷമിക്കുന്നു, അങ്ങനെ ഓരോ വാക്കുകൾ അല്ല. പ്രാർത്ഥന നമുക്ക് ആർക്കും വേണ്ടി ചെയ്യാം. ശരിക്കും പറഞ്ഞാലേ നമ്മള് ഇപ്പൊ ഈ സമയത്ത് കോടിക്കണക്കിന് രൂപയുണ്ട്. ഇവരുടെ എന്തൊക്കെ റെയ്ഡ് നടക്കുന്നു, ഇൻകം ടാക്സ് റെയ്ഡ് എന്തൊക്കെ നടക്കുന്നു. പിന്നെ 100 കോടി ക്ലബ്ബുകൾ ഇപ്പൊ എത്ര പടങ്ങളാണ് 100 കോടി ഓടിയത്? പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് അത് പെരുപ്പിച്ച് കാണിക്കുകയാണെങ്കിലും ഇവര് ഈ കാശിൽ നല്ല ശതമാനം ഗുരുവായൂരപ്പെടുന്നുണ്ട്. ഇതെല്ലാം കുറച്ചൊക്കെ രൂപ കൊടുക്കാൻ വേണ്ടി. അതിപ്പോ ആ സിനിമ ഇപ്പൊ റിലീഷൻ സമയമാണെങ്കിൽ അവർ കുറച്ച് കൊടുത്തേറെ. നാളെ പറഞ്ഞ് റിലീസ് ചെയ്യുന്നു, വയനാട്ടിൽ നിന്ന് വന്നെങ്കിൽ അവർ കുറച്ച് വീട്ട് അവരുടെ സിനിമ പ്രൊമോഷൻ എടുത്തിട്ടാണ്. സിനിമ ഓടിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഇനി കാര്യം. ഇതിപ്പോ നാളെ ഒരു പടം റിലീസ് ചെയ്യുന്ന വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് രൂപ എടുത്തിട്ട് ഇപ്പൊ വയനാട് സിനിമ പ്രൊമോട്ട് ചെയ്യണേ. സിനിമ പ്രൊമോഷനും കഴിഞ്ഞു, ഓടിയും കഴിഞ്ഞു, കാശും കിട്ടി, എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ആരും ഒന്നും പറയുന്നില്ല. എല്ലാ പടം 100 കോടി 200 കോടി പറയുന്നുണ്ട്. പടം റിലീസ് ചെയ്യുകയാണെങ്കിൽ അവര് ഇപ്പൊ പ്രൊമോഷൻ നടത്തിയാണ്. റീസെന്റ് ആയിട്ട് ഹിറ്റ് ആയിരിക്കുന്ന ഈ മിനിമം മഞ്ഞുമൽ ബോയ്സും പ്രേമലുവിന്റെ നിർമ്മാതാക്കളെങ്കിലും കുറച്ച് മുന്നോട്ട് വരണം എന്നല്ലേ? എത്രയോ അതേപോലെ വലിയ പ്രൊഡക്ഷൻ ടീമും ഉണ്ട്. വലിയ വലിയ പ്രൊഡക്ഷൻ ടീംസും ഉണ്ട്. ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഗോകുലം ഗോപാലന്റെ ഡിസ്ട്രിബ്യൂഷൻ എത്ര പേരുണ്ട്. ഷാമൂർ പ്രവർത്തനത്തിന്റെ കാര്യം വരുമ്പോ രൂപയുടെ കാര്യം വരുമ്പോഴേക്കും മാറിയൊക്കെയുണ്ട്. തമിഴന്മാര് മറ്റേക്കാൻ ചെലവാക്കണം. ഉപദേശം മാത്രമേ പറ്റുള്ളൂ. രൂപയുടെ കാര്യം വരുമ്പോ മലയാളികൾ മാറിയിരിക്കും. ഉപദേശം പ്രാർത്ഥനയും പിന്നെ പ്രാർത്ഥിക്കാൻ പഠിക്കാറാണ് മലയാളികൾ. പ്രാർത്ഥിക്കാനും വിഷമിക്കാനല്ല, എല്ലാവർക്കും വേണ്ടി ചെയ്യാറില്ല. അതെ അതെ അതെ, സിമ്പിൾ ആയിട്ട് 10 പൈസ ചെലവില്ല, ഒരു ചെലവില്ല. ആർക്കും പ്രാർത്ഥിക്കാറില്ല, പ്രവൃത്തി മാത്രമില്ല. എസ്പെഷ്യലി പൈസയുടെ കാര്യം വരുമ്പോ ശരിക്കും മഞ്ഞുമൽ ബോയ്സ് മലയാളികൾക്ക് ആത്മാർത്ഥമുള്ള പടത്തോട് മാത്രമേ ഉള്ളൂ. മലയാളികൾക്ക് ആത്മാർത്ഥമുള്ള പടത്തോട് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അവർക്ക് ആത്മാർത്ഥതയില്ല. അല്ല, ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും ചോദിക്കുന്ന കാര്യങ്ങളാ ഇപ്പം അണ്ണൻ ഈ പറഞ്ഞ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയോ തമിഴ്നാട്ടിലെ MGR പോലെ ആൾക്കാരിൽ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാം, റിക്ഷയെല്ലാം അറേഞ്ച് ചെയ്യാം, എന്തൊക്കെ ചെയ്താണ് അവര്. പഴയ രജനീകാന്ത് അങ്ങനത്തെ അവരെല്ലാം സമൂഹത്തോട് കടപ്പാടുണ്ട്. വിജയ്, ജയലളിത, വിക്രം ഇവരെല്ലാം റെമുനറേഷൻ വാങ്ങിക്കുകയും ചെയ്യാൻ സമയത്ത് അവര് നല്ല ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഒരു പ്രഭാഷണം കഴിഞ്ഞ ഫ്ലഡ് വന്ന പോലെ ഹെൽപ്പ് ചെയ്യണ്ടായി. ഇപ്പൊ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാ. വിജയ് വന്നു കഴിയുമ്പോ വിജയുടെ എനിക്ക് ആ തിരുവനന്തപുരം വിജയ സിനിമ വിട്ട് പോകുന്നില്ല. രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോണേ. MGR ചെയ്തോളാം സിനിമയുടെ അതുപോലെ സിനിമയിൽ പുള്ളി ഏറ്റവും ടോപ്പിൽ നിൽക്കുക. സിനിമയും രാഷ്ട്രീയം രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകണേ. അവരെല്ലാം കുറച്ചുകൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണ് വിജയ് അല്ലേ? എസ്പെഷ്യലി തമിഴ് നടന്മാരല്ല, അവരെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. ഇവിടെ നല്ല അഭിനേതാക്കളാണ് സിനിമയിലും ജീവിതത്തിലും. നല്ല അവരെക്കാട്ടും അഭിനേതാക്കൾ സിനിമയിലും ജീവിതത്തിൽ ഇവർ തന്നെയാണ്. അല്ല, അവരഭിനയിക്കുന്ന സിനിമയിലും ജീവിതത്തിൽ അവർക്ക് തരം പറ്റില്ല. ഇപ്പൊ എന്താ പറയാ,
അണ്ണന് കഴിഞ്ഞ ദിവസം അത് ചോദിക്കണം വിചാരിച്ചാ പറയണ്ട കട്ട് ചെയ്യാം. ചോദിച്ച മറ്റേ സിനിമാ നടിമാരെ എന്താ പറയാ അപമാനിക്കുന്നെന്നും പറഞ്ഞിട്ട് ഒരു വാണിംഗ് പോലീസ് വാണിംഗേ ഉള്ളൂ. അതിന് ആൾക്കാർ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇടിച്ചു, പറഞ്ഞതാ. അങ്ങനെ ചെറിയൊരു വാണിംഗ് തോന്നും. അതിനെ കുറിച്ച് ഞാൻ അധികം പറയല്ലോ. പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ജസ്റ്റിസ് ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് പുറത്തു വരുന്നത്. ജസ്റ്റിസ് ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ടിലെ 63 പേജ് എന്തോ ആണ് ഡിലീറ്റ് ചെയ്തത്, കളഞ്ഞിരിക്കണം. സ്റ്റേയിൽ പോയിരിക്കുക. വേറെ പല കാര്യം പുറത്തു വരില്ല, പല നടിമാരുടെ മൊഴികൾ പുറത്തു വന്നിട്ടില്ല. എന്താണ് സ്വകാര്യത? എന്ത് സ്വകാര്യത? നടിമാരുടെ ആരും പേര് പറയണ്ട, മൊഴി കൊടുത്ത നടിമാരുടെ ആരും പേര് പറയണ്ട. പക്ഷെ പലതും അത് ഈ രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ്. ഈ രാഷ്ട്രീയം, ഈ ഗവൺമെന്റിലുള്ള ചില രാഷ്ട്രീയപരമായ സിനിമാടന്മാരെല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ WCC നന്നായിട്ട് വന്നതാണ്. ഇപ്പൊ അവരും ഒന്നും കിട്ടുന്നില്ല. WCC അവർക്ക് പേടിയാണ്. പാർവതി തിരുവോത്ത് നല്ല ധൈര്യമുള്ള ആളാണ്. പക്ഷെ അവരോട് പറയുന്നത് എന്താണ്? പല സത്യം തുറന്നു പറഞ്ഞാൽ ജീവനോടെ പോലും ഇരിക്കാൻ പറ്റില്ല അറിയാം. ഇവർക്കെല്ലാം ഗുണ്ടാസംഘം മറ്റല്ല, ജീവനോടെ പോലും ഇരിക്കാൻ പറ്റില്ല അറിയാം. പാർവതി തിരുവോത്ത് പറഞ്ഞാണ് നിങ്ങളെല്ലാം പറയാം എനിക്ക് ധൈര്യമുള്ള സ്ത്രീയാണ്, പക്ഷെ എനിക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ എത്ര പേജസ് ആണ് എഴുതിയിട്ട് കളഞ്ഞിരിക്കുന്നത്. കോടതി ഈ കാര്യത്തോട് ഇതെല്ലാം കാണിച്ചിട്ടാണ് നമ്മുടെ പോലെ ആൾക്കാരൊക്കെ അറ്റാക്ക് ചെയ്യാൻ. ഇവരെന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, എന്തൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കണം. അതിപ്പോ ഈ WCCയിലെ നടിമാരെല്ലാം ഒരു പ്രസ് കോൺഫറൻസ് അത് തുറന്നു പറയണം ആരാണ് ഇവരെ അപ്രോച്ച് ചെയ്തത്. അത് അവർ പറയുന്നില്ല. അല്ല, ഇതിനകത്ത് ഈ വിധി വന്നപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് കോടതി പറയുമ്പോഴും അതിനകത്ത് അവര് പറയുന്ന കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇരവാദം ഉന്നയിച്ച അല്ലെങ്കിൽ സാക്ഷി മൊഴികള് തന്നവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം ചേർക്കേണ്ട വേറൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ഒക്കെ പേര് വെളിപ്പെടുത്തുകയാണല്ലോ. ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെയൊക്കെ പേര് പറഞ്ഞല്ലോ. പല നമ്മൾ ആരാധിക്കുന്ന പല വിഗ്രഹങ്ങളും വീഴുന്ന് പറഞ്ഞല്ലേ പറഞ്ഞു. പിന്നാലെന്താ മറുനാടൻ പറയുന്നത് കേട്ടിട്ടുണ്ടായി. മറുനാടൻ്റെ എന്തോ അഭിപ്രായം ഉണ്ടായി. ആര് പറയണ്ടായിരുന്നു മമ്മൂട്ടിയെ പോലെ വളരെ ഡീസന്റ് നല്ല ഇമേജ് അവരെല്ലാം ഇത് മുന്നിൽ വരണം. ഇതിപ്പോ നമുക്കത് അറിയാം പല ആൾക്കാർ ആരൊക്കെയാണ് എല്ലാം രക്ഷപ്പെട്ട് നടക്കുക. ഇവരെല്ലാം പല ഏതാ ഓർഗനൈസേഷൻ പറയാനില്ല, പല ഓർഗനൈസേഷനും ടോപ്പ് പൊസിഷനിലും എല്ലാം ഉണ്ട്. സംഘടനകളൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. സിനിമാ ഫീൽഡ് പണ്ട് മുതലേ ഉള്ള KG ജോർജ് പറഞ്ഞിട്ടുള്ളതാണ്. പണ്ട് മുതലേ ഉള്ളതാണ് ഈ സ്ത്രീകളെ. ഇപ്പൊ പണ്ട് സോവാൻ ആക്ട്രസ് വെച്ചപ്പോ അന്നൊന്നും വന്നില്ല. ഇന്നിപ്പോ ദിലീപിന്റെ ഹിസ്റ്ററി വരാൻ കാരണം മീഡിയ ഉണ്ടായതുകൊണ്ടാണ്. പണ്ട് എത്രയോ നടിമാരെ ആത്മഹത്യ ചെയ്തിരുന്നു, എന്തൊക്കെ നടന്നിരിക്കുന്നു. സിനിമാ ഫീൽഡിലെ സ്ത്രീ മെയിൽ ഡോമിനേറ്റർ ആണ്, പുരുഷാധിപത്യമാണ്. സ്ത്രീകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പത്തെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് അവരിതിന് വഴി കൊടുക്കില്ല. പണ്ടല്ല ഒരുപാട് നടിമാരുടെ ജീവൻ പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഇവര് വലിയ ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സിനിമ മീറ്റു വന്നപ്പോ എത്ര പേര് പറഞ്ഞു? മീറ്റു വന്നപ്പോ വളരെ പേര് പറഞ്ഞില്ലേ? പരസ്യമായ രഹസ്യങ്ങളാണ്, എല്ലാവർക്കും അറിയാം. ആരൊക്കെയാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ആരൊക്കെ അറിയാം കോഴികള് എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പുറത്തു വരില്ല, കാരണം ഇവർക്ക് പണവും ഇൻഫ്ലുവൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് പുറത്തു വരില്ല. എന്തായാലും WCC നന്നായിട്ട് വന്നതാണ്. ഇപ്പൊ അവരൊന്നും ഇടുന്നില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ ഇന്നാള് ഇത് വന്നിട്ട് അവർക്ക് മിണ്ടുന്നില്ല. കാരണം അവരെ ഒതുക്കുകയാണ്. കുറച്ച് സത്യം പറഞ്ഞപ്പോ തന്നെ അവരെ സിനിമാ ഫീൽഡ് ഒതുക്കുകയാണ്. പാർവതി തിരുവോത്തല 1.5 വർഷം വീട്ടിൽ വന്നിരിക്കേണ്ടി വന്നു പറയാം. പല സത്യം തുറന്നു പറഞ്ഞു. പക്ഷെ അവർക്കും പലതും പറയാൻ പേടിയാണ്, കാരണം ജീവനോടെ ഇരിക്കില്ലെന്ന് പറയാം. ഇത് സിനിമാ ഫീൽഡ് വലിയൊരു അനീതിയാണ്. കാസ്റ്റിംഗ് കൗച്ച സംഭവം പണ്ടുകൊല്ലേ ഉള്ളതാണ്. പറയണ്ട് വേറെ ഉള്ളൊഴുക്ക് നല്ല പടം. ഉള്ളൊഴുക്ക് പാർവതിയും ഉർവശിയാണ് അഭിനയിച്ചിട്ടുണ്ട്. ഇന്നലെ ലെവൽ ക്രോസുകൾ നല്ല മൂവിയാണ്. ഇതുവരെ കാണാത്ത മേക്കിംഗ് ഇന്നലെ കാണാൻ പറ്റുള്ളൂ. പിന്നെ വിശേഷം കണ്ടു, നല്ല മൂവിയാണ്. ലെവൽ ക്രോസ് എങ്ങനെയുണ്ട്? നമ്മുടെ
എന്താ അമലപ്പോള് തകർത്തോ? അമലാപോളാണ് വിളിച്ചിട്ടുണ്ട്. അമലാപോള്, ആസിഫ് അലി, ഷറഫുദ്ദീൻ, ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. ഒരു ഹോളിവുഡ് പടം കാണുമ്പോഴേണ്ട് ആ ഒരു സ്റ്റൈലൊക്കെയാണ്. ആസിഫ് അലിയുടെ ആ ഒരു ഹൈപ്പൊക്കെ നിലനിൽക്കും അല്ലെ ഇപ്പൊ ഈ ഒരു പടം? പ്രതീക്ഷയിലുള്ള ഫൂട്ടേജ് ആണ് മഞ്ജു വാര്യർ ഉണ്ടാവും. ഫൂട്ടേജ് പ്രതീക്ഷയുണ്ട്. ശനിയാഴ്ച എല്ലാം മാറ്റി വെച്ചിരിക്കുക. അതെ അതെ. അല്ല അതെന്തായാലും നന്നായി. കാരണം നമ്മളിപ്പം പല ആഘോഷ പരിപാടികൾ ഇപ്പൊ ഈ സിനിമ എന്നൊക്കെ പറയുന്ന എന്റർടൈൻമെന്റ് അല്ലേ, സിനിമയുടെ എല്ലാ പ്രൊമോഷനും മാറ്റി വെച്ചിരിക്കുക. അതെ അതെ അതെ. അല്ല സിനിമ എന്നൊക്കെ പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. അപ്പൊ അത് ഒരു പരിധി വരെ മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് ശരിയാണ്. അതെ അതെ അതെ.